പാപിയുടെ കൂടെ കൂടി ശിവനും പാപിയായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വാക്കുകളിലുണ്ട് വരാൻ പോകുന്ന നടപടിയുടെ സൂചന. ഇത് മനസ്സിലാക്കി പി ജയരാജൻ സ്വയം തീരുമാനം എടുക്കുമെന്ന സൂചന. ഇടതു കൺവീനർ സ്ഥാനം ജയരാജൻ രാജിവച്ചേക്കും. വീണ്ടും പാർട്ടിയിൽ നിന്ന് അവധിയെടുക്കാനും സാധ്യതയുണ്ട്. CPM സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരുന്നുണ്ട്. ഇതിൽ പിയുടെ BJP ചർച്ചയടക്കം വിഷയമാകും. തെരഞ്ഞെടുപ്പ് അവലോകനവും നടക്കും. പോളിംഗ് കുറഞ്ഞത് ഇടതിന് കരുത്താകുമെന്നാണ് പൊതുവെ CPMലെ വിലയിരുത്തൽ. പിണറായിയുടെ വാക്ക് വലിയൊരു മുന്നറിയിപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിശദീകരിച്ചിട്ടുണ്ട്. ഇതോടെ CPMന് അനഭിമതനായി പി മാറിയെന്ന് വ്യക്തമായി. പിണറായിയുടെ പരസ്യ പ്രതികരണത്തിൽ പിയും നിരാശനാണ്. ഈ സാഹചര്യത്തിൽ ജയരാജൻ കടുത്ത തീരുമാനമെടുക്കും. മുമ്പും ജയരാജൻ അവധിയിൽ പോയിരുന്നു. MV ഗോവിന്ദൻ CPM സെക്രട്ടറി ആയിരുന്നപ്പോഴായിരുന്നു ഇത്. തന്നെ CPMനുള്ളിൽ ചിലർ ഒതുക്കുന്നുവെന്ന പരാതി പിക്കുണ്ടായിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന LDF കൺവീനർ പി ജയരാജന്റെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടൽ മാറാതെ CPM സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ജയരാജനെതിരെ മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനപ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും CPMനുണ്ട്. CPM BJP ഒത്തുകളിക്ക് ഇതിലും വലിയ തെളിവില്ലെന്ന നിലയിലാണ് UDF പ്രചരണം. ദല്ലാൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്തത്തിൽ LDF കൺവീനർ പി ജയരാജനെ കുറ്റപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ പ്രതികരണം. ഇത്തരം കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്താൻ മുൻപും പി ജയരാജന് കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. പ്രകാശ് ജാവ്ദേക്കർ ദല്ലാൽ നന്ദകുമാറിനൊപ്പം മകന്റെ ഫ്ളാറ്റിൽ വന്ന് തന്നെ കണ്ടുവെന്ന് പി വെളിപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനമെത്തിയത്. എന്തായാലും BJP CPM രഹസ്യബന്ധമെന്ന UDF ആരോപണം നിലനിൽക്കെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നതായി പി ജയരാജൻ തന്നെ തുറന്നു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതാണെന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തിറങ്ങിയതോടെ വിവാദം കത്തിപ്പടർന്നു. രാഷ്ട്രീയ ചർച്ച സ്ഥിരീകരിച്ച് BJP നേതാവ് ശോഭാ സുരേന്ദ്രനും വിവാദത്തിന് എരിവ് പകർന്നു. ദല്ലാൽ നന്ദകുമാറിന്റെ പക്കലുള്ള രേഖകളെ ഭയന്നാണ് പി നടപടി സ്വീകരിക്കാത്തതെന്നും അവർ വെല്ലുവിളിച്ചു. കൂടിക്കാഴ്ച അത്ര നിസ്സാരമായി കാണാനാവില്ലെന്നാണ് ഇടതുപക്ഷത്തു തന്നെയുള്ളവരുടെ അഭിപ്രായം. ജാവ്ദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് പി വാദിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ച പരസ്യപ്പെടുത്താൻ അദ്ദേഹം വോട്ടെടുപ്പ് ദിനം തെരഞ്ഞെടുത്തതിലാണ് അസ്വാഭാവികത. ഇതിലുമുണ്ട് നേതാക്കൾക്ക് നീരസം. വിവാദം വോട്ടിനെ ബാധിക്കാതിരിക്കാൻ അത് ഏറ്റുപിടിക്കരുതെന്ന് CPM നേതൃത്വം താഴെത്തട്ടിൽ നിർദ്ദേശം നൽകിയിരുന്നു. കാര്യമായി ആരും പിയെ പ്രതിരോധിച്ച് രംഗത്ത് വന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണം എന്ന പതിവ് വിമർശനത്തിനപ്പുറം പോയില്ല. കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. പി ജയരാജന്റെ BJP ചർച്ചയിലെ വിവാദം എന്തായാലും ആളിക്കത്തിക്കും കോൺഗ്രസ്. വോട്ടെടുപ്പ് ദിവസവും ഇതുതന്നെയാണ് UDF പ്രധാനമായും ചർച്ച ചെയ്തത്. LDF കൺവീനർ പി ജയരാജനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കി KPCC പ്രസിഡന്റ് K സുധാകരനും രംഗത്ത് വന്നു. പാർട്ടിക്കുള്ളിൽ ജയരാജനെ ഒതുക്കാൻ ശ്രമം നടന്നു. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈ വിഷയം ഇപ്പോൾ ചർച്ചയായത് ഗൂഢാലോചനയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിൽ വലിയ കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.